ഓപ്പറേഷൻ തൂഫാന്റെ മധ്യതിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള നിലപാട് കർക്കശമാക്കുന്ന HR പോളിസി, ഓപ്പറേഷൻ തൂഫാൻ ഷീൽഡ്, പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് നടപ്പാക്കുന്നതിന്റെ ഉദ്ഘാടനവും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയായി മാറിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഏറ്റവും വലിയ പ്രചാരകർ. അതിർത്തി കടന്നു വരുന്ന ലഹരിയെ തടയാൻ സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒരുമിച്ച് കൈകോർക്കുന്ന ആവേശകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ച് പിന്തുണ ഉറപ്പാക്കി. ഈ മാസം 16-ന് തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയെ കാണും. നിലവിൽ 6000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അത്ര തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്തു. കേസുകൾ എടുത്ത് ജയിലിൽ നിറയ്ക്കുകയല്ല സർക്കാരിന്റെ ലക്ഷ്യം, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരികയാണ്. ലഹരി ഉപയോഗിച്ച് വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള തൂഫാൻ കെയറാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇതിനായി സംസ്ഥാനത്തെ 35 പ്രമുഖ ആശുപത്രികളുമായി സർക്കാർ കൈകോർത്ത് കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. ഇന്നീ പദ്ധതി ഞങ്ങൾ തുടങ്ങിയെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൈവിട്ട് പോയിരിക്കുകയാണ്. ഇതിപ്പോ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഏറ്റവും വലിയ പ്രചാരകരും ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നത് അവരാണ് എന്ന് പറയുന്നത്. അയൽ സംസ്ഥാനങ്ങൾ ഈ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൗത്യം തൂഫാൻ കെയറാണ്. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും സൈക്കോളജിസ്റ്റുകളെ ഇപ്പോൾ അവരോട് പോയി ക്ലാസ് എടുക്കാൻ പറയുന്നു. സ്കൂൾ ബസിന്റെ ഡ്രൈവർമാർ ഇനിയും ആരെങ്കിലും മദ്യപിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും, അവർ അഴിക്കുള്ളിലാകുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോലി ചെയ്യുക, ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് തൂഫാൻ ഷീൽഡിന്റെ ലക്ഷ്യം. അതിന്റെ മറവിൽ ലഹരിയുടെ കാരിയേഴ്സ് ആകാനോ ഉപയോഗിക്കാനോ ആരെയും നമ്മൾ അനുവദിക്കില്ല. തൊഴിലിടങ്ങളിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഇന്ന് ആരംഭിക്കുന്ന ഈ കാരിത്താസിന്റെ മണ്ണിൽ നിന്ന് കേരള ഗവൺമെന്റ് ആരംഭിക്കുക. ഫാർമസിസ്റ്റ് ഇല്ല മെഡിക്കൽ ഷോപ്പിൽ. ആ സമയം നോക്കി ക്യാൻസറിന് മരുന്ന് ചെല്ലുന്നവർക്ക് എഴുതി കൊടുക്കുന്നവർ സൂക്ഷിക്കണം. അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല. ഓപ്പറേഷൻ തുഫാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചേക്കണം. ഓപ്പറേഷൻ തൂഫാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത അദ്ദേഹം 42 ദിവസം പിന്നിട്ട ഓപ്പറേഷൻ തൂഫാന്റെ പുരോഗതി റിപ്പോർട്ടും അവതരിപ്പിച്ചു. കാരിത്താസ് ആശുപത്രി ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, CEO-യും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് എന്നിവരെ ഓപ്പറേഷൻ തൂഫാൻ വാരിയർ ബാഡ്ജും മന്ത്രി അണിയിച്ചു. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഇഷ്ടപ്പെട്ട ക്യാമ്പയിനായി ഓപ്പറേഷൻ തൂഫാൻ മാറിയെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ജലവിഭവ മന്ത്രി അഡ്വക്കേറ്റ് മോൻസി ജോസഫ് പറഞ്ഞു. കേരളത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു മേഖലയിലേക്ക് കേരള സർക്കാരും കേരളത്തിലെ പോലീസും ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ശക്തമായ ഇടപെടൽ നടത്തിയതിന്റെ സുപ്രധാനമായൊരു സന്ദർഭമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച ആഭ്യന്തര വകുപ്പ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന ലഹരി വേട്ടയ്ക്ക് വേണ്ടിയുള്ള കർമ്മപരിപാടി. ഏറ്റവും ആത്മാർത്ഥതയോടെ നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വന്ന ആദ്യത്തെ പ്രസ്ഥാനം കാരിത്താസ് കുടുംബാംഗങ്ങളാണെന്ന് പറയുന്നതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. കാരിത്താസ് ആശുപത്രി ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നാട്ടം സുരേഷ് MLA, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, എറണാകുളം റേഞ്ച് DIG GH യതീഷ് ചന്ദ്ര, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, കാരിത്താസ് ആശുപത്രി CEO-യും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു.